എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ നമ്മൾക്ക് സമാധാനം കിട്ടാത്ത കാര്യങ്ങളാണ് ഇന്ന് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അബദ്ധവശാൽ ഇന്ന് കുറച്ച് നേരമൊന്ന് സോഷ്യൽ മീഡിയയിലേക്കൊന്ന് കടന്നു പോയപ്പോഴേ കണ്ട ന്യൂസുകളൊക്കെ നമ്മളുടെ ഒരു ദിവസത്തെ സമാധാനത്തെ മുഴുവൻ കെടുത്തി കളഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു അനുഭവസ്ഥയും കൂടിയാണ് ഞാൻ. കാരണം ഇന്ന് ആദ്യം ചെന്നപ്പോഴേ കണ്ടത് ഒരു 24 വയസ്സുള്ള ഒരു പയ്യനെ നമ്മുടെ കൊച്ചി എയർപോർട്ടിൻ്റെ അവിടെ വെച്ചിട്ട് 2 CISF ഉദ്യോഗസ്ഥർ എന്ന് വെച്ചാൽ സംരക്ഷണം കൊടുക്കേണ്ടവർ, രാജ്യത്തിന് സംരക്ഷണം കൊടുക്കേണ്ടവർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ, അവരെ എവിടെയാണ് നിയമിച്ചിരിക്കുന്നത്? ഇൻ്റർനാഷണൽ എയർപോർട്ട് അല്ലേ, കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ സുരക്ഷയ്ക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുന്ന 2 ഉദ്യോഗസ്ഥർ. അവന്മാർ കുടിച്ച് ലക്ക് കെട്ട് ഇനി എന്തെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും കൂടി അറിഞ്ഞുകൂടാ. കാരണം ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ മനോനില എന്ന് പറയുന്നത് പരിപൂർണമായിട്ടും തകർന്നിട്ടുണ്ടാകും. അവർ മൃഗത്തിനെ കഴിഞ്ഞും ക്രൂരമായിട്ട് പെരുമാറുന്ന ആൾക്കാരായിട്ട് അവർ മാറിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ ഒരു ക്രിമിനൽ മൈൻഡിലേക്ക് അവരുടെ മൈൻഡ് രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കും. അതാണ് സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവന്മാർ അങ്ങനത്തെ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും അറിഞ്ഞുകൂടാ. പിന്നെ രണ്ടാമത്തെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവന്മാർ ബീഹാറികളാണെന്നാണ് പറയുന്നത്. UP എന്നും പറയുന്നുണ്ട്, ബീഹാറികളാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, എനിവേ എന്തെങ്കിലും ആകട്ടെ, അവിടെയൊക്കെ നമ്മൾക്കറിയാം എന്താണ് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ കേരളത്തിലെ കുറച്ചെങ്കിലും നമ്മൾക്കൊരു സുരക്ഷിതത്വമൊക്കെ ഉള്ളൂ എന്ന് നമ്മൾക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലേ. എന്നാൽ കേരളത്തിന് വെളിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായ കാര്യങ്ങളാണ് നടക്കുന്നതും മനുഷ്യന്മാർക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു കൂട്ടം മൃഗങ്ങൾക്ക് തുല്യരായ മനുഷ്യർ താമസിക്കുന്ന ഇടങ്ങളെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമ്മളുടെ കേരളത്തിൽ നമ്മൾക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ടല്ലേ. ബംഗാളിൽ നിന്ന് കുറേ എണ്ണങ്ങൾ ഇവിടെ ജോലിക്കാണെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇവിടുത്തെ ജനത്തിൻ്റെ സമാധാനത്തെ കെടുത്തുകയാണ് മിക്ക എണ്ണങ്ങളും. കാരണം നമ്മൾക്കറിയാം എത്ര കൊലപാതകങ്ങളാണ് അവർ നമ്മുടെ നാട്ടിൽ ചെയ്ത് കൂട്ടിയിരിക്കുന്നത് അല്ലേ. അതുകൂടാതെ നമ്മൾക്ക് റോഡിലൂടെ ഒന്ന് ഇറങ്ങി നടക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. ബസ്സിലൊന്ന് സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. കാരണം സ്ത്രീകൾ കയറേണ്ട ഫ്രണ്ട് ഡോറിൽ കൂടെ കയറിയിട്ട് അവിടെ സ്ത്രീകളുടെ അടുത്ത് വന്ന് നിന്ന് കോപ്രായം കാണിക്കുന്നവന്മാരാണ് ഇവന്മാർ. ഓക്കെ, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആർക്കും കഴിയുന്നില്ല. കാരണം ഇവന്മാർ വയലൻ്റ് ആകും. ഓക്കെ, ഇനി അതുകൂടാതെ റോഡിലൂടെയൊക്കെ നടന്നു പോയി കഴിഞ്ഞാൽ ഇവന്മാർ കൂട്ടമായിട്ടാണ് നടന്നു വരുന്നതെങ്കിൽ നമ്മൾ ജീവനും കൊണ്ട് ഓടേണ്ട ഒരു സിറ്റുവേഷനാണ്. കാരണം ഇവന്മാർ എപ്പോഴാണ് അക്രമികളായി മാറുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി അതുകൂടാതെ ഇവന്മാരിൽ വിദ്യാഭ്യാസമുണ്ട് എന്ന് നമ്മൾ അനുമാനിക്കുന്ന ടീമുകളുടെ അവസ്ഥ എടുത്താലോ, നമ്മൾക്കറിയാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ ആണെന്ന് തോന്നുന്നു നമ്മുടെ ഒരു ന്യൂസ് കേട്ടു. നമ്മളുടെ കൊച്ചിയിൽ തന്നെയാണ് ഒരു ജഡ്ജിൻ്റെ അല്ലേ, ഒരു ഡ്രൈവറോ സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു മനുഷ്യൻ അതിലേക്കൂടെ നടന്നു പോയ 2-3 അവന്മാരും ഇതുപോലെ ബീഹാറികളാണ്. അവന്മാർ ഇവിടെ സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിരുന്നു. എനിക്ക് തോന്നുന്നു അവന്മാർ പോസ്റ്റ് ഓഫീസിലെങ്ങാണ്ട് വർക്ക് ചെയ്യുന്നവന്മാരെങ്ങാണ്ടായിരുന്നു. എനിക്ക് അത്ര ഓർമ്മ കിട്ടണില്ല. ഓക്കെ, എനിവേ അതിൻ്റെ സംഭവം എങ്ങനെയായിരുന്നു? പട്ടി കുരച്ചതിൻ്റെ പേരിൽ ആ ഒരു മനുഷ്യനെ ഈ പട്ടീനെ ഇവർ ഉപദ്രവിക്കുന്ന കണ്ടുകൊണ്ട് ആ മനുഷ്യൻ ഇറങ്ങിച്ചെന്നതാണ്. അപ്പോൾ ആ മനുഷ്യനെ അവന്മാരെന്താണ് തല്ലിക്കൊല്ലുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതേ സെയിം അനുഭവം, സെയിം അല്ല അതിനെക്കഴിഞ്ഞും കുറച്ചും കൂടി ക്രൂരമായ സംഭവമാണ് ഇവിടെ കൊച്ചി എയർപോർട്ടിൻ്റെ ഇവിടെ നടന്നിരിക്കുന്നത്. CISF ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത് അതിൽ ഒരുത്തൻ SI ആണ്, ഒരുത്തൻ കോൺസ്റ്റബിൾ ആണ്. ഓക്കെ, ഇവർ രണ്ടുപേരും ബീഹാറികളാണ്. എന്നിട്ട് ഇവന്മാരെന്താണ് ചെയ്തിരിക്കുന്നത്? വളരെ ക്രൂരമായിട്ട് കൊല്ലുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവന്മാർ പ്രവർത്തിച്ചത്. വളരെ പൈശാചികമായ രീതിയിലാണ് ഇവന്മാർ ആ ഒരു പയ്യനെ കൊന്നത് അല്ലേ. കൊന്നിട്ട് ഇവന്മാർ വിചാരിച്ചു ഇതെന്താ ഒരു ആക്സിഡൻ്റ് ആയിട്ട് മാറത്തേ ഉള്ളൂ എന്ന്. കാരണം നോക്കുക, നമ്മുടെ കേരളത്തിലെ ലോയിനെയും എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ പോലീസിനെയൊക്കെ അവന്മാർ കൊടുക്കുന്ന വില എത്രയാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. കാരണം ഇവന്മാർ വിചാരിച്ചു ഇത് ഒരു മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ആക്സിഡൻ്റ് ആയിട്ട് ഇത് മാറ്റപ്പെടുത്തുകയുള്ളൂ എന്നാണ് ഇവന്മാർ വിചാരിച്ചത്. ഓക്കെ, എന്തായാലും CCTV ഫൂട്ടേജുകളും പിന്നെ ഈ പയ്യൻ തന്നെ പകർത്തിയ കുറച്ച് വീഡിയോകളും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് എന്തായാലും അത് തേഞ്ഞു മാഞ്ഞു പോകത്തില്ല എന്നെങ്കിലും നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇവന്മാർ ഇത്രയും ക്രൂരമായിട്ട് ബോണറ്റിൻ്റെ പക്കത്തിൽ ആ വീഡിയോ ഒന്നും കാണാനായിട്ട് കഴിയത്തില്ല. അത്രയും ക്രൂരമായിട്ടാണ് ഇവന്മാർ ചെയ്ത് കൂട്ടിയിരിക്കുന്നത്. ഓക്കെ, സാധാരണക്കാരനായ ഒരു മനുഷ്യനൊന്നും ചെയ്യാൻ പോലും പറ്റാത്ത അത്രയും ക്രൂരമായിട്ടാണ് ഇവർ ചെയ്ത് കൂട്ടിയിരിക്കുന്നത്. ഇനി അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊന്നും കാണാൻ കഴിയത്തില്ല. കാരണം ആ അമ്മയുടെ കരച്ചിൽ റിപ്പോർട്ടർ ചാനലിനകത്തൊരു റിപ്പോർട്ടർ അവിടെ ചെന്നിട്ട് ആ അമ്മയോട് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. അപ്പോൾ ആ അമ്മ കരഞ്ഞ് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. അമ്മയുടെ കരച്ചിൽ അതിൻ്റെ അകത്ത് ആ അമ്മ പറഞ്ഞ ഒരു കാര്യം എന്നെ വല്ലാതെ ടച്ച്
ടച്ച് ചെയ്തു കേട്ടോ. അപ്പോൾ ആ അമ്മ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ അമ്മ പറഞ്ഞു ഞങ്ങൾ അവനെ ബൈക്കിൽ സഞ്ചരിക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. കാരണം ബൈക്കിൻ്റെ മുൻപിൽ ഏതെങ്കിലും പട്ടികൾ വന്നോ കുറുകെ വന്ന് ചാടിക്കഴിഞ്ഞാൽ എന്താണ് അവൻ എന്തെങ്കിലും ആക്സിഡൻറ്റുകൾ പറ്റുമോ, ആപത്ത് പറ്റുമോ എന്ന് പേടിച്ചിട്ട് ഞങ്ങൾ അവനെ കാറിലേ യാത്ര ചെയ്യുവാൻ ഉണ്ടായിരുന്നുള്ളൂ എന്നും അത്രയും പൊന്നുപോലെയാണ് ഞങ്ങൾ അവനെ വളർത്തിയതെന്ന് ഈ അമ്മ പറഞ്ഞു. അതുകൊണ്ടാണ് ഇവൻ കാറിനകത്ത് വന്നത്. ഓക്കെ, ഇവൻ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഇവൻ്റെ കാറിൽ അവർ മനഃപൂർവ്വം വന്നിട്ട് ഇടിക്കുകയും അതിൻ്റെ പേരിൽ കശപശ ഉണ്ടാകുകയും അപ്പോൾ ഇവൻ പുറത്തിറങ്ങി നിൽക്കുകയും ഇവന്മാർ ഇടിച്ച് തെറിപ്പിച്ച് ബോണറ്റിനകത്ത് അവൻ വീഴുകയും അങ്ങനെ അവൻ അവിടെ നിന്നോട് അലറിക്കരയുകയും അപ്പോൾ അവർ സഡൻ ബ്രേക്ക് ഇട്ട് അപ്പോൾ ഇവൻ തെറിച്ച് വീഴുകയും തെറിച്ച് വീണ് അവൻ്റെ മേത്തൂടെ വണ്ടി കയറ്റി ഇറക്കുകയും ഒക്കെ ചെയ്തു. അതുകൂടാതെ അതിനെ ഉപദ്രവിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവന്മാർ. ഇത്രയും ക്രൂരവും പൈശാചികമായ രീതിയിലാണ് ആ പയ്യനെ അവർ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഇത്? അല്ല. ഓർക്കുക, ഇന്ന് നമ്മൾ ഈ ലോകത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ഈ കാര്യങ്ങൾ മുഴുവനാണ് കാണുന്നതല്ലേ. ഒരു മനുഷ്യത്വമില്ല. മനുഷ്യനൊരു എന്താ പറയുക, ഒരു പട്ടിയുടെ വില പോലും ഇല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. വന്യമൃഗങ്ങൾ മനുഷ്യരെ ആക്രമിച്ചു കൊല്ലുന്നു എങ്കിൽ പോലും ആ ഒരു വന്യമൃഗത്തെ കൊല്ലാനുള്ള ഒരു അധികാരം പോലും ഇല്ല മനുഷ്യന്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഇതുപോലെയുള്ള എത്ര ആക്സിഡൻറ്റ് കേസുകൾ, മനഃപൂർവ്വമായിട്ട് കൊല്ലാൻ വേണ്ടി ചെയ്ത ആക്സിഡൻറ്റുകൾ, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന് പറഞ്ഞ ആക്സിഡൻറ്റ് കേസുകളായിട്ട് തള്ളപ്പെട്ടിരിക്കുന്ന എത്ര കേസുകളുണ്ട്. ചിലതൊക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് എന്താ പറയുക, ആക്സിഡൻറ്റ് കേസ് എന്ന് എഴുതി തള്ളാവുന്നതൊക്കെ ചിലത് കൊലപാതകമായിരുന്നു എന്ന് തിരിച്ച് റിപ്പോർട്ട് മാറ്റിയ കേസുകളൊക്കെ നമ്മൾക്കറിയാം. ഇതും അങ്ങനെ ആകുമായിരുന്നു. പക്ഷേ അവിടെ എന്താണ്, എല്ലാ തെളിവുകളും പ്രതികൂലമായതുകൊണ്ട് മാത്രം അവന്മാരെ എന്താ പറയുക നടപടി പെട്ടെന്ന് എടുത്തു. അവന്മാർക്കൊരു സസ്പെൻഷൻ മാത്രം കൊടുത്തിട്ടിരിക്കുകയാണ്. ഇനി അത് കോടതിയിൽ എത്ര നാൾ ഇവന്മാർക്ക് ശിക്ഷ വിധിച്ചു കഴിയുമ്പോൾ, അതായത് ഇവന്മാർ കുറ്റവാളിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട കോടതിയും ഇവന്മാർക്ക് ശിക്ഷ വിധിച്ചതിന് ശേഷം മാത്രമേ ഇവന്മാരുടെ ജോലി നഷ്ടമാകുകയില്ലയോ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തത്തുള്ളൂ. എന്തായാലും ഒരുത്തനിട്ട് ജനങ്ങൾ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്, വേറെ ഒരുത്തൻ ഓടി രക്ഷപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ അമ്മയുടെ ഒരു ഞാൻ പറഞ്ഞൊരു വാക്ക് എന്നെ വല്ലാതെ അങ്ങ് ടച്ച് ചെയ്തു. അപ്പോൾ ഈ അമ്മ പറഞ്ഞത്, അവന് എന്ത് മേടിച്ചു കൊടുത്തില്ല, അവനെ ഞങ്ങൾ ബൈക്കിൽ യാത്ര ചെയ്യാൻ സമ്മതിച്ചില്ല, പകരം അവന് ഞങ്ങൾ എന്ത് കൊടുത്തു, കാറ് മേടിച്ചു കൊടുത്തു. ബൈക്ക് മേടിച്ചു കൊടുത്തത് എന്തിനായിരുന്നു? പട്ടിയെ പേടിച്ചിട്ടാണ്. പക്ഷേ കാറിൽ ആരെ പേടിക്കേണ്ടി വന്നു? മനുഷ്യൻ. പട്ടിയെ കഴിഞ്ഞും പട്ടിയെ കഴിഞ്ഞും വൃത്തികെട്ട രീതിയിലോട്ട് മാറിയ മനുഷ്യരാൽ ആ പയ്യൻ അവിടെ കൊല ചെയ്യപ്പെടുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഓർക്കുക, ഇന്ന് ഈ ലോകത്തിലോട്ട് എടുത്ത് നോക്കിയാലും മുഴുവൻ അങ്ങനെയാണല്ലോ, വയലൻറ്റ്. എവിടെ നോക്കിയാലും വയലൻസ് ആണ്. അതല്ലാതെ ഒന്നും കാണുവാനില്ല. ഇന്നത്തെ തലമുറകൾ മുഴുവൻ വളർന്നു വരുന്നത് അങ്ങനെ. ഇത്തിരി പോകുന്ന കാക്കിരി പൂക്കിരികളോട് നമ്മൾ വഴിയെ കൂടെ നടന്നു പോകുമ്പോൾ എന്തെങ്കിലും ഒരു വർത്താനം പറയാൻ പോയാൽ ഒട്ടനെ അവന്മാർ നമ്മളോട് തിരിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ടാലുണ്ടല്ലോ, നമ്മൾ തല കുനിച്ച് പക്ഷേ വേണ്ടായിരുന്നു എന്ന് നമ്മൾ വിചാരിച്ചു പോകും. അമ്മാതിരി ഉത്തരങ്ങളാണ് ഇന്നത്തെ പിള്ളേർ തരുന്നത്. കാരണം അവർ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നെന്താണ്, സോഷ്യൽ മീഡിയ തുറന്നാലും ഒക്കെ അവർ കാണുന്നത് എന്താണ്, വയലൻസാണ് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്പിരിറ്റ്, അതിനെക്കുറിച്ച് പറയുവാനാണ് ഞാൻ ഇന്ന് ഈ ടോപ്പിക് എടുത്തിട്ടത്. എന്താണെന്നറിയുമോ, വയലൻസിൻ്റെ സ്പിരിറ്റ്, അതാണ് ഇന്ന് ഈ ലോകത്ത് മുഴുവൻ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. ഓർക്കുക, നമ്മൾക്കറിയാം അന്ത്യകാലമാണ്, കർത്താവിൻ്റെ വരവിന് വേണ്ടി എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷേ ഓർക്കുക, ഇന്ന് വയലൻസാണ് മുഴുവൻ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? പിശാച് ഈ അന്തിമ കാലഘട്ടത്തിലേക്ക് വയലൻസിൻ്റെ സ്പിരിറ്റിനെ വല്ലാതെ കടത്തിവിട്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും തല്ലി തീരട്ടെ, മനുഷ്യകുലം എങ്ങനെയെങ്കിലും തല്ലി തീർക്കാൻ, എന്ന് വെച്ചാൽ ഒരു വിധത്തിലും ഇവരെന്ത് ചെയ്യരുത്, ഇവർ രക്ഷപ്പെടരുത് എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം ഇങ്ങനത്തെ വയലൻസ് സിറ്റുവേഷൻസ് ഒക്കെ കുറേ കണ്ടു കഴിയുമ്പോഴത്തേക്കും, ഇപ്പോൾ നമ്മളൊന്ന് ഓർത്ത് നോക്കി, ഈ ന്യൂസുകളൊക്കെ കുറേ വായിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് തന്നെ ഉള്ളിലൊരു ഭയങ്കരമായിട്ട് അവന്മാരോടൊരു വല്ലാത്ത കോപം വരും അല്ലേ. അവന്മാരെ അങ്ങനെ ചെയ്യണമായിരുന്നു, ഇങ്ങനെ ചെയ്യണമായിരുന്നു. എനിക്ക് വന്നു കേട്ടോ, ഞാനൊരു സാധാരണക്കാരി, എനിക്ക് വന്നു. അവന്മാർക്കിട്ട് 2 എണ്ണം പിടിച്ച് കൊടുക്കണമായിരുന്നു, കൊടുത്തത് പോരാ എന്നൊക്കെയുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലോട്ട് വന്നു. ഓർക്കുക, പിശാചിനും വേണ്ടുന്നത് ഇത് തന്നെയാണ്. ഒരു ആത്മീയൻ്റെ ഉള്ളിലേക്ക് എന്ത് കടത്തിവിടുക, വയലൻസിനെ കടത്തിവിടുക. അത് ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റുകളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ കേട്ടിട്ട് അത് നമ്മളുടെ ഉള്ളിൽ ഒരു വയലൻസ് ആയിട്ട് രൂപപ്പെടുത്തിയെടുത്തിട്ട് അത് വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് ഇവന് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പിശാച് എന്താണ് ഈ വയലൻസിനെ ഈ ലോകത്തിലോട്ട് കടത്തിവിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവന് അവസാനമായിട്ട് ഇവന് എടുത്തിരിക്കുന്ന വലിയൊരു ആയുധമാണ് ഈ വയലൻസ് എന്നുള്ളൊരു കാര്യം നമ്മൾ മറക്കാതിരിക്കുക. അതുകൊണ്ട് നമ്മൾ ബുദ്ധിപൂർവ്വം നീങ്ങേണ്ടടുത്ത് നമ്മൾ ബുദ്ധിപൂർവ്വം നീങ്ങുക. രണ്ടാമത് എന്താണ്, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മൾക്ക് വളരെ ആവശ്യമുള്ള കാലഘട്ടമാണെന്നും തിരിച്ചറിയുക. ഓക്കെ, ഇനി ആത്മീയ ഗോളത്തിലോട്ട് എടുത്തു വന്നാലോ, പണ്ടൊക്കെ നമ്മൾക്കറിയാം ഈ ആത്മീയ മേഖല എന്ന് പറയുന്നത് നമ്മൾക്ക് ഭയങ്കര സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്ന ഇടങ്ങളായിരുന്നു അല്ലേ. പണ്ടൊക്കെ ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ
നമ്മളൊക്കെ യാത്ര ചെയ്തൊക്കെ വരുന്ന സമയത്ത് നേരത്തെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നേരത്തെ എത്തിക്കഴിഞ്ഞാലും വേഗം അതിൻ്റെ അടുത്തൊരു പള്ളി ഉണ്ടെങ്കിൽ നമ്മൾ ആ പള്ളിക്കകത്തോട്ട് ചെല്ലും. കാരണം അപ്പോഴത്തേനും എന്താണ്, അവിടെ അച്ഛനുണ്ടല്ലോ, അതിൻ്റെ അടുത്ത് അച്ഛൻ താമസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കബ്യാരുണ്ടാകും, അല്ലെങ്കിൽ പള്ളിയിൽ മണിയടിക്കാൻ ആൾക്കാർ വരും എന്നൊക്കെയുള്ളൊരു ഒരു ഒരു പ്രൊട്ടക്ഷൻ ആയിരുന്നു നമ്മൾക്കല്ലേ. എന്നാൽ ഇന്ന് നമ്മൾക്ക് അവിടെ പോലും സുരക്ഷിതത്വമല്ല. പള്ളിയുടെ കാര്യങ്ങൾ മാത്രമല്ല, പള്ളി, അമ്പലങ്ങൾ, മോസ്കുകൾ എവിടെയാണെങ്കിൽ പോലും നമ്മൾക്ക് പണ്ടൊക്കെ എന്താണ് ഒരു സുരക്ഷിത ഇടങ്ങൾ എന്ന് നമ്മൾ കണ്ടതാണ്. എന്തിനേറെ പറയുന്നത്, നമ്മളുടെ വിദ്യാലയങ്ങളിൽ നമ്മളുടെ അധ്യാപകരെയൊക്കെ നമ്മൾ എന്താണ് അല്ലേ ഭയങ്കര ബഹുമാനത്തോടെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അവരൊക്കെ നമ്മൾക്കൊരു സുരക്ഷ തരുന്നവരാണെന്നാണ് നമ്മൾ വിചാരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഇന്നെല്ലാം മാറി മറിഞ്ഞിരിക്കുകയാണ് അല്ലേ. ഇന്ന് വേറൊരു ന്യൂസും കൂടി ഉണ്ടായിരുന്നു. ഒരച്ഛനെ തൃപ്പൂണിത്തറ എവിടെയും കണ്ട് ഒരു അച്ഛനെ ഇട്ടിട്ട് ഒരു വിശ്വാസി ഇങ്ങനെ അട്ടിച്ച് പൊട്ടിക്കുവാണ്. അച്ഛൻ്റെ കർണക്കുറ്റിക്കെട്ടൊക്കെ നോക്കി 3-4 അടിയൊക്കെ ഇങ്ങനെ അങ്ങ് കൊടുക്കുകയാണ്. ഒരു ഇതും ഇല്ലാതെ അങ്ങ് കൊടുക്കുകയാണ്. ഏതാണ്ട് നിസ്സാര വിഷയങ്ങളാണ്. നമ്മൾക്കറിയാം ഇപ്പോൾ കത്തോലിക്ക സഭകളിലൊക്കെ മുഴുവൻ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞടിയാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ അവർ വിചാരിക്കും പെന്തക്കോസ്തിൽ എന്താ കുറവാണെന്ന്. അതും സത്യമാണ്, പെന്തക്കോസ്തിലും അങ്ങനെ തന്നെയാണ് അല്ലേ. നമ്മൾക്ക് ഇന്നറിയാം ഈ ആത്മീയ ഇടങ്ങളൊക്കെ നമ്മൾക്ക് ഒരിടയ്ക്ക് എന്താണ് അതൊക്കെ നമ്മൾക്കൊരു സുരക്ഷിതമായ ഇടങ്ങളായിരുന്നു എന്നൊക്കെ നമ്മൾ വിചാരിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല, ഒക്കെ മാറി. എല്ലായിടത്തോട്ടും എന്ത് കയറിയിരിക്കുകയാണ്, ഈ വയലൻസ് കയറിയിരിക്കുകയാണ്. നമ്മുടെ ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്കും വയലൻസാണ്, വിശ്വാസികൾക്കും വയലൻസാണ്. ഓർക്കുക. അപ്പോൾ ഇതെന്താണ്, ഇത് പിശാചിൻ്റെ ഒരു വല്ലാത്തൊരു കുടിലതന്ത്രമാണ്. ഈ അന്ത്യകാലത്ത് മനുഷ്യരെ തമ്മിൽ അടുപ്പിച്ച് തെറ്റിച്ച് കളയുവാനായിട്ട് പിശാച് ഒരുക്കുന്ന ഒരു വലിയ കെണിയാണ് ഇതെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ എന്താണ് ഇങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരുന്ന സിറ്റുവേഷനുകളിൽ എന്താണ് ദൈവത്തിൻ്റെ സാന്നിധ്യം മാത്രമേ അവിടെ നമ്മൾക്ക് പ്രൊട്ടക്ഷൻ ആകത്തുള്ളൂ അല്ലേ. ദൈവത്തിൻ്റെ ഗൈഡൻസ് മാത്രമേ നമ്മളെ വഴി നടത്തത്തുള്ളൂ. ഓരോ ഇടത്ത് പോകുമ്പോൾ എന്ത് സംസാരിക്കണം, എന്ത് സംസാരിക്കരുത് അല്ലേ. ചില ഇടങ്ങളിലൊക്കെ നമ്മൾ മൗനം പാലിക്കണം. ഇപ്പം ആ പയ്യനെ സംബന്ധിച്ചിടത്തോളം ആ പയ്യന് കുറച്ചും കൂടി ഒന്ന് ബുദ്ധിപൂർവ്വം അവിടെ നിൽക്കാമായിരുന്നു. കാരണം അവർ 2 പേരുണ്ട്. ഈ പയ്യനെ കഴിഞ്ഞും നല്ല സൈസുള്ള 2 പേരാണ് അവർ. അപ്പോൾ പുള്ളിക്ക് അറിയാമായിരുന്നു, പുള്ളി ഇംഗ്ലീഷിൽ അവരോട് സംസാരിച്ചത്. അപ്പോൾ പുള്ളിക്ക് അറിയാമായിരുന്നു ഇവന്മാരാരാണ്. കാരണം ഇവന്മാരും ആ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നതാണ്, ഈ പയ്യനും അവിടെ ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് അവിടെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർക്കറിയാമായിരുന്നു. കാരണം ആ CISF ഓഫീസേഴ്സും താമസിക്കുന്ന ഏരിയയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ അവന്മാർക്ക് അതിൻ്റെ തണ്ടും കൂടി ഉണ്ട്. കാരണം അവിടെ മുഴുവൻ ഇവരുടെ ആൾക്കാരാണ് എന്നുള്ള തണ്ടും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പയ്യൻ അതറിയാമായിരുന്നു അല്ലേ. അപ്പോൾ ഈ പയ്യൻ പുറത്ത് ഒരു കാരണവശാലും ഇറങ്ങരുതായിരുന്നു. അതുകൂടാതെ അവരുടെ ആ ഒരു എന്താ പറയുക, ഒരു ഈ പയ്യൻ എടുത്ത വീഡിയോ ഒക്കെ കൊണ്ട് ഇത് നിയമപരമായിട്ട് അത് മുൻപോട്ട് പോകാമായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ഈ പയ്യൻ പുറത്തിറങ്ങി നിന്നു, ആ കാറിൻ്റെ മുൻപിൽ തന്നെ പോയി നിന്നു. അവന്മാരെടുത്തിട്ട് എന്താ പറയുക, അതിൻ്റെ പുറത്തോട്ട് തന്നെ ആ പയ്യൻ്റെ ദേഹത്തോട്ട് തന്നെ അവർ വാഹനം ഓടിച്ച് കയറ്റിക്കൊണ്ട് പോകുവാനായിട്ട് ഇടയായി തീർന്നു അല്ലേ. അപ്പോൾ ഓർക്കുക, നമ്മൾ ചില ഇടങ്ങളിലൊക്കെ നമ്മളൊരു സംയമനം പാലിക്കണം. അതെന്തിനാണ്? അത് നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈ വിസ്ഡം ഞാൻ ഇതിന് മുൻപേ ഉള്ള വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ദൈവിക വിസ്ഡം അല്ലേ, ഹെവൻലി വിസ്ഡം. അതെന്തിനാണ്? നമ്മൾക്ക് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ താൽക്കാലികമായിട്ടെങ്കിലും നമ്മൾ മൗനം പാലിക്കേണ്ട ഇടങ്ങളിൽ നമ്മൾ മൗനം പാലിക്കുക. അത് കഴിഞ്ഞ് നമ്മൾക്ക് സംസാരിക്കേണ്ട സ്ഥലങ്ങൾ ദൈവം ഒരുക്കി തരുമ്പോൾ അവിടെ നമ്മൾക്ക് സംസാരിക്കാം. ഓക്കെ. അപ്പോൾ ഈ പയ്യനെ സംബന്ധിച്ചിടത്തോളം 2 പേര്, ഈ പയ്യനെ കഴിഞ്ഞും ആരോഗ്യവാന്മാരായ 2 പേരുണ്ടായിരുന്ന ഈ സ്ഥലത്ത് അപ്പോൾ പയ്യന് കുറച്ചും കൂടി ഒരു ബുദ്ധിപരമായിട്ട് നീങ്ങാമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ആ ഒരു 24 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്കറിയാം ഇപ്പോഴത്തെ അല്ലേ നമ്മുടെ ന്യൂ ജനറേഷൻ ആയിട്ടുള്ള എല്ലാം നമ്മളെപ്പോലെയുള്ള ന്യൂ ജനറേഷൻ ആയിട്ടുള്ള എല്ലാ ആൾക്കാരിലും ഇതാണ് ഒരു തരം എന്താ പറയുക, ഒരു ചോരത്തിളപ്പ് അല്ലേ, ഭയങ്കര ഒരു ചോരത്തിളപ്പിൻ്റെ ടൈമാണ്. ഓക്കെ. അവിടെ ബുദ്ധി വർക്കിംഗ് ആകുന്നത് രണ്ടാമതാണ്. അതുവരെ നമ്മളങ്ങ് പെട്ടെന്ന് വയലൻ്റ് ആകുന്ന ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എനിവേ അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്ന കാര്യത്തിലേക്ക് വരാം. എൻ്റെ മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഈ പയ്യൻ്റെ അമ്മ പറഞ്ഞ വാക്കുണ്ട്, ഞങ്ങൾ പട്ടിയെ പേടിച്ച് അവനെന്ത് വാങ്ങിക്കൊടുത്തില്ല, സ്കൂട്ടർ കൊടുത്തില്ല, പകരം അവന് ഞങ്ങൾ എന്ത് കൊടുത്തു, ഞങ്ങൾ കാറ് വാങ്ങിച്ചു കൊടുത്തു. പട്ടിയിൽ നിന്നും അവൻ കാർ അവനെ രക്ഷിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. പക്ഷേ പട്ടിക്ക് സമമായി തീർന്ന, അല്ലെങ്കിൽ പട്ടിയെ കഴിഞ്ഞ് ക്രൂരരായി തീർന്ന മനുഷ്യന്മാരുടെ ഇടത്ത് നിന്നും ഈ കാറിലാണെങ്കിൽ പോലും അവനെ രക്ഷപ്പെടുത്തുവാൻ അവർ മേടിച്ചു കൊടുത്ത ആ ഒരു ഉപകരണത്തിന് കഴിഞ്ഞില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ എവിടെ പോയാലും നമ്മളെ നോക്കുന്ന ഒരു കണ്ണുണ്ട്. അതാരാണ്? നമ്മുടെ ദൈവത്തിൻ്റെ കണ്ണാണല്ലേ. അപ്പോൾ ആ ദൈവത്തിൽ നമ്മൾ പരിപൂർണമായിട്ടും ആശ്രയിക്കണം. ഞാൻ ഇതിനു മുൻപേ ഒരു വീഡിയോ നമ്മളുടെ യാത്രകളിലെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു.
അത് നിങ്ങൾ കുറച്ച് പുറകോട്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾക്കത് കാണുവാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും അതിനകത്തെ കുറച്ച് കാര്യങ്ങൾ ഒന്നും കൂടി ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ എന്താണ് യാത്രകളിൽ പോകുന്നതിന് മുൻപ് നമ്മൾക്കറിഞ്ഞുകൂടാ അല്ലേ, ഈ പയ്യൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവൻ്റെ ജോലി കഴിഞ്ഞ് സമാധാനത്തോടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് ഈ കാറ് ഇവന്മാർ റോങ് സൈഡിലൂടെ വന്ന് ഇവൻ്റെ കാറിനിട്ട് ഉരസുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് അറിഞ്ഞുകൂടത് ഏത് വിധത്തിലാണ് വഴിയിൽ പതിയിരിക്കുന്ന ദുരാത്മാക്കൾ അല്ലേ, ഏത് വിധത്തിലാണ് വഴിയിൽ പതിയിരിക്കുന്ന അപകടം കടന്നു വരുന്നതെന്നും നമ്മൾക്ക് പറയുവാനായിട്ട് കഴിയത്തില്ല. എന്നാൽ അത് കാണുന്ന ഒരു ദൈവത്തിൻ്റെ കണ്ണുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനിലോട്ട് നമ്മളങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക തന്നെ വേണം. ഓർക്കുക, നമ്മളും നമ്മളുടെ വീട്ടിലുള്ളവരും നമ്മളുടെ പ്രിയപ്പെട്ടവരും തലമുറകളും ഒക്കെ യാത്ര ചെയ്യുന്നതിന് മുൻപ് അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതിനു മുൻപേ നമ്മളും പ്രാർത്ഥിക്കുക. എന്താണ്, നമ്മൾക്കല്ലേ ചെറിയ ചെറിയ പ്രാർത്ഥനകൾ ഇഷ്ടം പോലെയുണ്ട്. 121 സങ്കീർത്തനം എന്താണ്, അത് ശരിക്കും നമ്മൾക്കൊരു നല്ല പ്രൊട്ടക്ഷൻ തന്നെയാണ് അല്ലേ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവന് സമ്മതിക്കില്ല, നിന്നെ കാക്കുന്നവന് മയങ്ങുകയുമില്ല, ഇസ്രയേലിൻ്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതവണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. വചനം എന്താണ്, വചനം ദൈവമാണ്. ഇതൊക്കെ ഞാൻ ഒരു 100 പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്. വചനം ദൈവമാണ്. ആ വചനത്തിന് ശക്തിയുണ്ട്, ഇരുവായുത്തിലുള്ള മൂർച്ചേറിയ വാളാണ്. ഓക്കെ, അപ്പോൾ അത് ക്രിയ ചെയ്യാതെ മടങ്ങി വരത്തില്ലെന്നേ, അത് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി നമ്മളോട് പറയുന്നതാണ്. അപ്പോൾ ഈ 121 സങ്കീർത്തനം നമ്മൾ വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപേ, നമ്മൾ യാത്രയ്ക്ക് ഒരുങ്ങുന്നതിന് മുൻപേ ഒക്കെ നമ്മൾ ചൊല്ലുക. ഒപ്പം എന്താണ് 91 സങ്കീർത്തനം, അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നിനക്ക് പറ്റത്തില്ലെന്ന് മാത്രമല്ല, നിന്റെ കുടുംബത്തിലോട്ടും അടുക്കത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വചനങ്ങളൊക്കെ നമ്മൾ ചൊല്ലുക. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ അനുഭവം പറയാം. എനിക്ക് ഒത്തിരി ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഓക്കെ, അപ്പോൾ അന്നേരം ദൈവം എന്നെ ഒത്തിരി പ്രാർത്ഥിക്കുവാൻ ദൈവമായിട്ട് തന്നെ എന്നെ പഠിപ്പിച്ചു വിട്ടതുണ്ട്. അതുകൊണ്ട് പെന്തക്കോസ്തുകാരുടെ പാറ്റേൺ പ്രാർത്ഥനകളൊന്നും അല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ പ്രാർത്ഥനാ സ്റ്റൈലേ വേറെ തന്നെയാണ്. എന്ന് വെച്ചാൽ ഞാൻ വലിയ പ്രാർത്ഥനാ വീരയാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ദൈവം എന്നെ പഠിപ്പിച്ചതെന്ന്, അതൊക്കെ ഞാൻ വേറൊരു എപ്പിസോഡിൽ അതിനെക്കുറിച്ച് ഞാൻ പറയാം. അതെങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ആവശ്യമുള്ളവർക്ക് ഏറ്റെടുക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ എപ്പോഴും യാത്രയ്ക്ക് ഇറങ്ങുന്നതിന് മുൻപേ, ഏത് യാത്രയാണെങ്കിലും ഞാൻ എന്താണ്, ഇത് ചെറുതും വലുതുമാകട്ടെ, ഞാൻ 23 സങ്കീർത്തനം ചൊല്ലും, 91 സങ്കീർത്തനം ചൊല്ലും, പിന്നെ എന്താണ് ഈ 121 സങ്കീർത്തനം ചൊല്ലും, പിന്നെ എന്താണ് വേറെ 2 സങ്കീർത്തനങ്ങളോട് യഹോവയിൽ ആശ്രയിക്കുന്നത്, അത് 129 എങ്ങാണ്ടാണ്, അത് നിങ്ങൾ നോക്കിക്കോട്ടോ. അതിനോട് അടുത്തടുത്ത് കിടക്കണം. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ നീക്കി നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു, പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു. അത് പിന്നെ എന്താണ്, യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. അതിനെ കുറിച്ചൊക്കെ ഞാൻ ഇതിനു മുൻപേ ഒക്കെ ആ വീഡിയോയുടെ ആ ഒരു വചനത്തിനെ കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മളൊന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും ഈ 23 സങ്കീർത്തനം, നമ്മുടെ എന്താണ് 121 സങ്കീർത്തനം, 91 സങ്കീർത്തനം, ഇത് 3 നമ്മൾ വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പേ ചൊല്ലുക. ഒപ്പം നമ്മൾ യാത്രകളിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഇത് 3 നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുക. ഒരനർത്ഥവും ഭവിക്കത്തില്ലെന്നേ, ഒന്നും നമ്മൾക്ക് സംഭവിക്കത്തില്ല. ഇത് ദൈവം നമ്മൾക്ക് തരുന്ന പ്രൊട്ടക്ഷനാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ അതിനുശേഷം അന്യഭാഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ വചനം എന്തായാലും നമ്മൾ ചൊല്ലണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അന്യഭാഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ അന്യഭാഷയുടെ ഒരു ഗൈഡൻസ് ദൈവം തരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ ചെയ്യുക. പകരം നമ്മൾ യാത്രകളിലൊക്കെ എപ്പോഴും അടിപൊളി പാട്ടുകളൊക്കെ ഇട്ടിട്ട് പോകും അല്ലേ. ചിലർ ആത്മീയ ഗീതങ്ങൾ ഇടും. ഓക്കെ, ഫൈൻ, നല്ലതാണ്. പക്ഷേ നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലണം. ഈ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞിട്ടേ നമ്മൾ ഇതൊക്കെ ഇടാവുള്ളൂ കേട്ടോ. കാരണം നമ്മൾ ഇത്രയെങ്കിലും പ്രാർത്ഥിക്കുക. ഇനിയും ചിലർ തലമുറകൾക്ക് ഇപ്പോഴത്തെ ആഷ്പുഷ് തലമുറകളുണ്ടാകും അല്ലേ, വിശ്വാസികൾ മാത്രമല്ല അല്ലാത്തവരും ഉണ്ടാകും, ആഷ്പുഷ് തലമുറകളുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർ അവർ ചിലപ്പോൾ പ്രാർത്ഥിച്ചെന്ന് വരില്ല, പക്ഷേ വീട്ടിലിരിക്കുന്ന അമ്മയ്ക്കും അപ്പനും ഒക്കെ പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുമല്ലേ. പിന്നെ എന്താണ്, നമ്മുടെ യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് ഞങ്ങളെ മുദ്രയിടുന്നു, ഞങ്ങളുടെ തലമുറകളെ മുദ്രയിടുന്നു. ദൈവം ഞങ്ങൾക്ക് തന്ന വാഹനം സഞ്ചരിക്കുന്ന വഴികളെയെല്ലാം യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് മുദ്രയിടുന്നു. ഞങ്ങളുടെ ജോലി മേഖലകളെ യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് മുദ്രയിടുന്നു. ഞങ്ങൾ നടക്കുന്ന വഴികളെ, സഞ്ചരിക്കുന്ന വാഹനം സഞ്ചരിക്കുന്ന വഴികളെ യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് മുദ്രയിടുന്നു. ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാതെ നമ്മൾ പ്രാർത്ഥിക്കാതെ നമ്മൾക്ക് എവിടുന്നെങ്കിലും പ്രൊട്ടക്ഷൻ വരുമെന്ന് നമ്മൾ വിചാരിക്കരുത്. കാരണം നമ്മൾ
എത്ര പ്രൊട്ടക്ഷനോടെ നമ്മൾ മുൻപോട്ട് പോയാലും അതൊക്കെ വ്യർത്ഥമാകുമെന്ന് എത്രയോ ഇൻസിഡൻറ്റുകൾ നമ്മൾക്ക് ഓർമ്മിപ്പിച്ച് തരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക, വചനത്തിൽ ഉറ്റിരിക്കുക, നമ്മൾ പ്രാർത്ഥിക്കുക, യാത്രകളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം ഇന്ന് പിശാചിൻ്റെ ഒരു വലിയ തന്ത്രമാണ് അത്. എന്ത്? തലമുറകളെ വഴിയിൽ വെച്ച് തീർത്ത് കളയുക. ഓക്കെ, ഇനിയുള്ള തലമുറകൾ ജനറേഷൻസ് ഉണ്ടാകാതിരിക്കുവാൻ അവരെ തീർത്ത് കളയുക. അത് പിശാചിൻ്റെ വലിയ പദ്ധതിയാണ്. ഒപ്പം തലമുറകളുടെ ഉള്ളിലേക്ക് വയലൻസ് കടത്തിവിടുക അല്ലേ. നമ്മൾക്കറിയാം ഇന്ന് സോഷ്യൽ മീഡിയ എടുത്താൽ, അല്ലെങ്കിൽ നമ്മൾക്ക് എന്താണ് ഫിലിം ഫീൽഡുകൾ എടുത്താൽ അവിടെ എല്ലാം വയലൻസാണ്, ഫുൾ വയലൻസാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വയലൻസിൻ്റെ ഇടയ്ക്ക് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ തികച്ചും ജാഗരൂകരായിരിക്കുക. കാരണം ആ സ്പിരിറ്റ് നമ്മളെ തൊടാതെ വണ്ണം, നമ്മളുടെ കുടുംബത്തിലുള്ളവരെ തൊടാതെ വണ്ണം, നമ്മളിൽ നിന്നും അത് പുറപ്പെടാതെ വണ്ണമൊക്കെ നമ്മൾ വളരെ കാവലോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. കാരണം നമ്മൾ സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കണം. അതിനാ ദൈവം നമ്മൾക്ക് എന്ത് തന്നിരിക്കുന്നതും ബുദ്ധി തന്നിരിക്കുന്നത്. ഇനി ഓർക്കുക, ബൈക്കിനെ പേടിച്ചിട്ട് കാറ് മേടിച്ചു കൊടുത്താൽ കാറ് സംരക്ഷിച്ചോ? ഇല്ല അല്ലേ. അവിടെ ആര് സംരക്ഷിക്കണം? ദൈവം സംരക്ഷിക്കണം. ആ മകൻ്റെ പേരൻസ് പ്രാർത്ഥിക്കുന്നില്ല എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ, എല്ലാത്തിനും ഓരോ അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അവരുടെ അവസ്ഥ അവർക്കല്ലേ അറിയത്തുള്ളൂ. എനിക്ക് അവരെ പേഴ്സണലായിട്ടൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ ന്യൂസിനകത്ത് വായിച്ചത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നവരാണോ പ്രാർത്ഥിക്കാത്തവരാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, കത്തോലിക്കരാണെങ്കിൽ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിലുണ്ട് കത്തോലിക്കർ. അപ്പോൾ അവരൊക്കെ എന്താണ് കൊന്ത ഉരുട്ടിക്കൊണ്ട് ഇങ്ങനെ നടക്കുന്നത് കാണാം. കൊന്തയിലൊന്നും അല്ല കാര്യം ഇരിക്കുന്നത്. നമ്മൾ വചനം പറയണം, ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. വചനമാണ് ദൈവം. വചനം ജീവനും ചൈതന്യമുള്ളതാണ്. അതുകൊണ്ട് ആ വചനം നമ്മൾ വായിക്കണം. വചനമാണ് നമ്മൾക്ക് പ്രൊട്ടക്ഷൻ തരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് യാത്രകളിൽ നമ്മൾ കൊന്ത ഉരുട്ടുമല്ല ചെയ്യേണ്ടത്. പകരം എന്താണ്? നമ്മൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക, വചനം വായിക്കുക, വചനം നമ്മൾ ഉരുവിട്ടുകൊണ്ടേ ഇരിക്കുക. അത് നമ്മൾക്ക് എല്ലാ കാലത്തും പ്രൊട്ടക്ഷൻ ആയിരിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.